എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോണത് ബേസിക് ഷേപ്സ്, അതായത് 2D ഷേപ്സും 3D ഷേപ്സും ആണ് ഇവിടെ പറയുന്നത്. 2D ഷേപ്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ കുട്ടികളെയും കൂടി ഉദ്ദേശിച്ച് പറയാണ്. നമ്മൾ ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ ഇതെല്ലാം നമ്മൾ സ്കെയിലും പ്രൊട്രാക്ടറും യൂസ് ചെയ്ത് വരയ്ക്കുമല്ലോ. ഇത് ഒരു സിംഗിൾ സ്ട്രോക്കിൽ വരയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, സിംഗിൾ ലൈനിൽ. ഓക്കെ, സി റെക്റ്റാങ്കിൾ, സർക്കിൾ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഉള്ളൊരു ഷോർട്ടസ്റ്റ് മെത്തേഡാണ് ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത്. അതായത് ഓരോന്നും റിപ്പീറ്റഡായി ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് കിട്ടും. ഇത് മെല്ലെ തിൻ ലൈനിൽ വരയ്ക്കുക, എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടി കൂട്ടുക. നമ്മൾ ഡിസയർ ചെയ്ത ഒരു ഷേപ്പ് അത് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ 2D ബേസിക് ഷേപ്സ് വരച്ചു അല്ലേ. ഇനി 3D ഷേപ്സ്. 3D ഷേപ്സിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ കാണുന്ന ലെവല്, ഏത് ലെവലിലാണ് ഞാൻ ആ 3D ഷേപ്പ് കാണുന്നത് എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലൈറ്റ് ഏത് ഡയറക്ഷനിലാണ് ആ ഷേപ്പ് അവിടെ ഇരിക്കുമ്പോൾ കിടക്കുന്നത് എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു ക്യൂബ് വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാനൊരു സ്ക്വയർ വരയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഫസ്റ്റ് ഞാനൊരു സ്ക്വയർ വരച്ചു, എന്നിട്ട് ഒന്ന് സ്ലാൻഡിങ് ലൈൻ കൊടുത്തു, എന്ന് ഇവിടെയും അതുപോലെ ഒരു ലെവലിൽ കൊടുത്തു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കാണുന്ന സെയിം ലെവലിലാണ് ഈ ഒരു ക്യൂബ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് മുകൾ ഭാഗം കുറച്ച് കാണുന്നുള്ളൂ. ഇനി അതിന് പകരം ഞാൻ വല്ലാണ്ട് താഴെയാണ് എന്നതെങ്കിൽ കേസെങ്കിൽ, അതായത് എനിക്ക് മുകൾ ഭാഗം നന്നായിട്ട് കാണുന്ന ഒരു കേസായിട്ടാണ് ഞാൻ ഈ ക്യൂബ് വരക്കുന്നതെങ്കിൽ, ഞാനൊരു വി വരയ്ക്കുന്നു. ഇങ്ങനെ ആയിരിക്കും എനിക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മൾ കാണുന്ന ലെവല് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ലെവലിനനുസരിച്ച് നമ്മളെ 3D ഇമേജസ് വരയ്ക്കുന്നത് ഡിഫറെൻ്റ് ആണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ ലൈറ്റ് പാസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ലൈറ്റ് ഇവിടെ നിന്നാണ് വരുന്നത് എങ്കിൽ ഇവിടെ എല്ലാം ലൈറ്റ് ഷെയ്ഡ് വരും, ഇവിടെ എന്ത് വരും, ഡാർക്ക്. ഞാൻ ജസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു 3D ഷേപ്പ് ഇതാ. ഇവിടെ ഞാൻ ഇനി ഒരു ക്യൂബ് വരയ്ക്കുന്നു നമുക്ക്. ഓക്കെ, ഈ ഒരു ഐ ലെവലിലുള്ള ക്യൂബ് എങ്ങനെ വരയ്ക്കുന്നു?
നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് കുറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാനതെന്ത് ചെയ്യും, ഷെയ്ഡിങ്ങിൽ മേക്കപ്പ് ചെയ്യും. ഓക്കെ, ലൈറ്റ് ഇവിടെ പാസ് ചെയ്യാണ്. സോ ഈ ഒരു സൈഡ് ഡാർക്കർ ആയിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2HB പെൻസിലാണ്. ഓക്കെ, പെൻസിൽസ് പലതരമുണ്ട്. അതായത് അതിൻ്റെ ഹാർഡ്നെസ്സിനെയും സോഫ്റ്റ്നെസ്സിനെയും ബേസ് ചെയ്തിട്ട് H പറയുന്നത് ഹാർഡ്നെസ്, B എന്ന് പറയുന്നത് സോഫ്റ്റ്നെസ്. പലതരം പെൻസിൽസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു ബ്രീഫായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ക്യൂബ് വരയ്ക്കാം. ഓക്കെ, ഇനി ഒരു കോണാണ് വരയ്ക്കാൻ പോകുന്നത്. ക്യൂബിന് ഞാൻ ഷെയ്ഡിങ് ചെയ്യുന്നില്ല. ഒരു ട്രയാങ്കിളിന് കൊടുത്തിട്ട് ഇവിടെ ഒരു സർക്കിൾ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3D ലുക്ക് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഒരു സിലിണ്ടർ വരയ്ക്കാം. ക്യൂബിനെ പോലെ ഒരു ഓവൽ വരച്ചു. ദെൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പിന്നെയും ഒരു ഓവൽ കൊടുത്തു. ഓക്കെ, ഇതെല്ലാം ഞാൻ എൻ്റെ റിസ്റ്റ് അല്ലെങ്കിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സ്മോൾ ഷേപ്സാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൈന്യൂട്ട് ബേസിക് ഷേപ്സ് പഠിക്കുമ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ നമുക്കിവ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചാൽ മതി, പല ഡ്രോയിങ്സിലും നമുക്ക് ഇവയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ബേസിക് ഷേപ്സ് പഠിക്കുന്നത് നന്നായിരിക്കും. പഠിക്കുക എന്നത് പ്രാക്ടീസ് ചെയ്യുക. വിത്തൗട്ട് മിസ്റ്റേക്സ് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ഞാൻ വരയ്ക്കാൻ പോണത് ഒരു സ്ഫിയറാണ്. അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെ അല്ലാണ്ട് തന്നെ നമുക്ക് അതായത് നമ്മുടെ ലിറ്റിൽ ഫിംഗർ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സർക്കിൾ വരച്ചിട്ട് നമ്മൾ സിംപ്ലി ഒരു ഡോട്ട്സ് കൊടുക്കുക. സോ ഇതൊരു സ്ഫിയറായി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ശരിക്കും ഇത് ക്യൂബോയിഡാണ്, ഇത് ക്യൂബാണ്, ഇത് കോൺ, സിലിണ്ടറായി, സ്ഫിയറായി. ഓക്കെ, സോ ഈ ഷേപ്സ് നമ്മൾ നന്നായിട്ട്. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.